ഈ സമരവേദിയിലേക്ക് കടന്നു വരികയും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അദ്ദേഹം അർപ്പിക്കുകയും ചെയ്തു. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമന്യനായ അധ്യക്ഷൻ ശ്രീ എ തങ്കപ്പൻ അവர்களுം അതുപോലെ തന്നെ പാലക്കാടിന്റെ നിയോക്ത MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവர்களுം ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുകയുണ്ടായി. ഈ സംഘടനയും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും നടത്തിവരുന്ന സമര പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ തന്റെയും പിന്തുണയുണ്ടായിരിക്കുമെന്ന് DCC പ്രസിഡന്റും MLA-യും ഇവിടെ അറിയിക്കുകയുണ്ടായി. ഒരു കാര്യം ഞാൻ അതോടനുബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ഇത്തവണ എന്നല്ല, കഴിഞ്ഞ 8 വർഷക്കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ സ്ഥലം മാറ്റി നടക്കുമ്പോ ഈ സംഘടനയിൽപ്പെട്ട ആളുകളെ മാനദണ്ഡ വിരുദ്ധമായി സ്ഥലം മാറ്റുകയും ഈ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട സ്ഥലം മാറ്റങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 8 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ശ്രീ പിണറായി വിജയന്റെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നടപടുകയാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിറ്റൂരിലെ ഒരു SI ഉണ്ട്, സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലേഡി. ഇവർ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ ഒരു കാര്യമെങ്കിലും ഈ വേദിയിൽ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ സമയം വൈകിട്ട് പോലും ഞാൻ അക്കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടിയത്, ആ സഹോദരിയുടെ ഭർത്താവ് ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് ശരീരം മുഴുവൻ തളർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തളർന്നു കിടക്കുകയാണ്. ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കുന്നതും ആ മനുഷ്യനെ കുളിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഈ സഹോദരിയാണ്. ഈ സഹോദരി രാവിലെ ആ മനുഷ്യനെ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ. വേലെന്താവളത്താണ് ആ സഹോദരിയുടെ വീട്, ചിറ്റൂർ. ആ സഹോദരിക്കെതിരെ കുറ്റം കേരള എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ അംഗത്വമെടുത്തു എന്നൊരൊറ്റ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ ആ സഹോദരി ജോലി ചെയ്യുന്ന ആ ഓഫീസിലെ പോസ്റ്റിംഗ് സെന്റർ പർപ്പസ്ഫുള്ളി കരുതിക്കുട്ടി പൂജ്യമാക്കി വെട്ടിക്കുറച്ച് ആ സഹോദരിയെ 10-35 കിലോമീറ്റർ അകലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഞാൻ ചീഫ് എഞ്ചിനീയർ HRM-നെ നേരിട്ട് കണ്ട് ഈ സഹോദരിയുടെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. ഗ്രീവൻസ് നൽകുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് ഇറങ്ങിയ ഗ്രീവൻസ് ഉത്തരവിൽ ഒരു ഗ്രൗണ്ടുമില്ലാത്ത നിരവധി ആളുകളുടെ സ്ഥലം മാറ്റം റദ്ദു ചെയ്യുകയും പലർക്കും അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകുകയും ചെയ്തപ്പോഴും ഈ സഹോദരിയെ പരിഗണിച്ചില്ല എന്ന മനുഷ്യത്വരഹിതമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യത്തിന്റെ മരണമുനയാണ് ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മുഴങ്ങിയത്. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഈ ചെയ്തികളൊക്കെ തന്നെ ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിലെ താളുകളുടെ എണ്ണമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, ഞങ്ങളുടെ ഈ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണത്തിൽ അഴിഞ്ഞുവരുത്ത് ഒരു ജനാധിപത്യ ഭരണം ഈ സംസ്ഥാനത്ത് സ്ഥാപിതമായാൽ നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ തന്നെ ആ കണക്കുകൾക്കൊക്കെ തന്നെ പലിശ സഹിതം തിരിച്ചൽ നൽകാൻ ഞങ്ങൾ ഉണ്ടാവും. അത് ഈ പാലക്കാടിന്റെ MLA-യും DCC പ്രസിഡന്റും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ വൈകിയവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം അവസാനിച്ചതായിരിക്കുന്നു. നന്ദി, നമസ്കാരം.